നിങ്ങൾ തന്നെ മുൻകൈ എടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്മ മാത്രം ചെയ്യുകയും അതിനായി ആയുഷ്കാലം മുഴുവൻ പാവപ്പെട്ടവർക്കും അശരണർക്കും നീക്കിവെച്ച മദർ തെരേസയെ പോലുള്ളവർ നരകത്തിലാണെന്നാണോ? സുഹൃത്തിൻ്റെ ചോദ്യം ആത്മാർത്ഥമായി അശരണരെ സഹായിക്കുകയും മറ്റും ചെയ്ത മദർ തെരേസയെ പോലുള്ളവർ നരകത്തിലാണോ എന്നാണ്. ദൈവം തമ്പുരാൻ ആരെയും നരകത്തിലും സ്വർഗത്തിലും ആക്കാനുള്ള അധികാരം എനിക്ക് തരാത്തതുകൊണ്ട് ഇന്ന വ്യക്തി നരകത്തിലാണെന്നോ സ്വർഗത്തിലാണെന്നോ പറയാൻ എനിക്ക് നിർവാഹമില്ല. എന്നാൽ സ്വർഗത്തിന് അവകാശികളാകുന്ന സ്വഭാവത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന സ്വഭാവങ്ങളെക്കുറിച്ചും പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇതിലൊന്നാമതായി മനുഷ്യന് 3 തരം ബാധ്യതകളാണുള്ളത്. ബാധ്യത ഒന്ന് ദൈവത്തിനോടുള്ളതാണ്, ഒന്ന് സ്വന്തത്തോടുള്ളതാണ്, ഒന്ന് മറ്റുള്ളവരോടുള്ളതാണ്. ഈ 3 തരം ബാധ്യതകളെ നിർവഹിക്കുന്നവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ അർഹനായിത്തീരുന്നത്. അതിൽ ഒന്നാമത്തെ ബാധ്യതയായ ദൈവത്തിനുള്ള ബാധ്യത അവനെ പൂർണ്ണമായി അറിയുകയും ദൈവിക സ്രോതസ്സുകളിൽ നിന്ന് അവനെ മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ അറിയുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തോടുള്ള ബാധ്യത. പടച്ച തമ്പുരാനോട്, നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ച തമ്പുരാനോടുള്ള ബാധ്യത. ഒരു കാര്യം സൽക്കർമ്മമാകണമെങ്കിൽ ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ, ഇപ്പോൾ സൽക്കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞല്ലോ, ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ ഒരു കാര്യം സൽക്കർമ്മമാകണമെങ്കിൽ അടിസ്ഥാനപരമായൊരു നിബന്ധനയുണ്ട്. ആ നിബന്ധന മനസ്സിലാക്കിയാൽ തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ, ഒരേ കർമ്മം തന്നെ ഒരേ സമയം സൽക്കർമ്മവും ദുഷ്കർമ്മവുമാകാന്ന ഇസ്ലാമിക വീക്ഷണം. ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നിട്ട് അയാളുടെ പ്രയാസങ്ങൾ പറയുന്നു. ഈ സമയത്ത് അയാൾ ഒരു നല്ല സംഭാവന അയാൾക്ക് കൊടുക്കുന്നു. ഈ പാവപ്പെട്ട മനുഷ്യന് ഈ സംഭാവന കൊടുക്കുക എന്നുള്ള പ്രവർത്തനം അത് സൽക്കർമ്മമാകണമെങ്കിൽ ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ ഒന്നാമതായി അവൻ ചെയ്യുന്നത് ദൈവിക മാർഗദർശന പ്രകാരമാകണം. ദൈവിക മാർഗദർശന പ്രകാരമാകണം അവൻ ചെയ്യുന്നത്. അല്ലെങ്കിലോ നന്മ എന്ന് തോന്നുന്നത് തന്നെ ചിലപ്പോൾ തിന്മയാകാം. ഉദാഹരണത്തിന് മധ്യകാലഘട്ടത്തിൽ നമ്മുടെ മധ്യവർഗത്തിൽപ്പെട്ട സ്ത്രീകൾ, ആ സ്ത്രീകളിൽപ്പെട്ട മൂത്ത കുട്ടിയെയോ അല്ലെങ്കിൽ രണ്ടാമത്തെ കുട്ടിയെയോ ക്ഷേത്രത്തിലേക്ക് വേണ്ടി നേർച്ചയാക്കുമായിരുന്നു. അവർ വിചാരിച്ചിരുന്നത് അത് വലിയൊരു നന്മയാണെന്നാണ്. ദേവദാസികളായി നേർച്ചയാക്കും. അവരുടെ ജോലി എന്താ? ക്ഷേത്രത്തോട് ബന്ധപ്പെടുന്ന ആളുകൾക്കുള്ള അഭിസാരിക വൃത്തി. അത് നന്മയാണെന്ന് വിചാരിച്ചിട്ടാണ് അവർ ചെയ്തത്. പക്ഷേ അത് ദൈവിക മാർഗദർശന പ്രകാരമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് നന്മയല്ല. ഒന്നാമതായി ദൈവിക മാർഗദർശന പ്രകാരമാകണം. രണ്ടാമതായി എന്ത് വേണം? രണ്ടാമതായി ആ കർമ്മത്തിന്റെ പ്രതിഫലം, മരണാനന്തര ജീവിതത്തിലെ പ്രതിഫലം കാക്ഷിക്കണം. ഇവിടെ നിന്നുള്ള സൽപ്പേരാണ് ഒരു കർമ്മം ചെയ്യുമ്പോൾ ഒരാൾ ലക്ഷ്യമാക്കുന്നത് എങ്കിൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ തന്നെ പാവപ്പെട്ടവനെ സഹായിക്കുമ്പോൾ നാളെ അവൻ എന്നെ കാണുമ്പോൾ എന്നെ കാണുമ്പോൾ ഒന്ന് സാഷ്ടാംഗം നമിക്കണം, എന്നെ കാണുമ്പോൾ ഒന്ന് കുമ്പിടണം, എന്നെ കാണുമ്പോൾ അല്ലെങ്കിൽ 4 ആളോട് പറഞ്ഞിട്ട് ഞാനൊരു നല്ല എമൗണ്ട് കൊടുത്തു പാവപ്പെട്ടവനെ എന്നുള്ളൊരു സൽകീർത്തി എനിക്ക് ഉണ്ടാകണം എന്നാണ് ഇയാളുടെ മനസ്സിലുള്ള ഉദ്ദേശമെങ്കിൽ അത് സൽക്കർമ്മമല്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു കർമ്മം സൽക്കർമ്മമാകണമെങ്കിൽ ഒന്ന് ദൈവിക മാർഗദർശന പ്രകാരമാകണം. രണ്ടാമതായി ആ സൽക്കർമ്മം ചെയ്യുന്നത് പരലോകത്തെ മോക്ഷം ഉദ്ദേശിച്ചുകൊണ്ടാകണം. ഇവിടെ ഒന്നാമതായി ദൈവത്തോടുള്ള ബാധ്യതയിൽ ഏകനായ സൃഷ്ടാവിനെ അംഗീകരിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും വേണം. രണ്ടാമതായി സൽക്കർമ്മം ചെയ്യണം. ആ സൽക്കർമ്മം ഇങ്ങനെയാകണം, ഞാൻ പറഞ്ഞ പോലെ ആ രൂപത്തിൽ സൽക്കർമ്മം ചെയ്ത് സൃഷ്ടാവിനെ ആരാധിച്ച ആളുകളെല്ലാം സ്വർഗത്തിലാണ്. അതല്ലെങ്കിലോ അവർ നരകത്തിലേക്കാണ് നയിക്കപ്പെടുക എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് ജാതിയുടെ അടിസ്ഥാനത്തിലല്ല. എത്ര വലിയ വ്യക്തിയാണെങ്കിലും അയാളുടെ ഇന്റൻഷൻ എന്താണ് എന്ന് നമുക്ക് ആർക്കെങ്കിലും അളക്കാൻ പറ്റുമോ?
അയാളുടെ മനസ്സിൽ ഒരു കർമ്മം ചെയ്യുമ്പോൾ അയാളുടെ മനസ്സിലുള്ളത് എന്താണ് എന്ന് അളക്കാൻ അയാളുടെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ അളക്കാൻ നമുക്കൊന്നും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അത് അളക്കുന്ന പടച്ച തമ്പുരാനാണ് പരലോകത്ത് പ്രതിഫലം കൊടുക്കുന്നത്. ഒരാളുടെ പേര് കൊണ്ടോ ഒരാളുടെ നാമം കൊണ്ടോ അതിന്റെ അടിസ്ഥാനത്തിലോ അല്ല പ്രതിഫലം കൊടുക്കുന്നത്. മറിച്ച് അയാളുടെ വിശ്വാസത്തിന്റെയും അയാളുടെ കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. ഒരാൾ കൃത്യമായി ദൈവിക ബോധനപ്രകാരമാണ് കർമ്മം ചെയ്തത് എങ്കിൽ, അയാൾ പരലോക മോക്ഷത്തിനു വേണ്ടിയാണ് കർമ്മം ചെയ്തത് എങ്കിൽ, തീർച്ചയായും അയാൾ മരണാനന്തര ജീവിതത്തിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. എന്നാൽ ഇതിന് രണ്ടും വേണ്ടിയല്ല എന്നുള്ള കർമ്മം ചെയ്തത് എങ്കിൽ, അയാൾ എത്ര വലിയ ആളാണെങ്കിലും അയാളുടെ ലക്ഷ്യം പിഴച്ചു പോയത് കൊണ്ട് തന്നെ അയാളുടെ സ്വർഗപ്രവേശത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ വിമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ബിസ്നി, ഞാനും പിതാവും ഒന്നാണ്, ഞങ്ങൾ ഒന്നായിരിക്കുന്ന പോലെ നിങ്ങളും ഒന്നായിരിക്കണം. അതുപോലെ യോഹന്നാൻ 1:18 പറയുന്നുണ്ട്, ദൈവത്തെ ആരും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നിന്നും യേശു ദൈവമാണെന്ന് തന്നെയല്ലേ വെളിപ്പെടുത്തുന്നത്? അതുപോലെ സഭയെ ഇന്നും നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ എക്സിസ്റ്റിനെ കുറിച്ച് എന്ത് പറയാനുള്ളത്? സഹോദരി ചോദിച്ചിട്ടുള്ളത് യേശു ദൈവപാടി എന്നല്ലേ ബൈബിൾ വെളിപ്പെടുത്തുന്നത് എന്ന്. സഹോദരി 2 വചനങ്ങൾ ഉദ്ധരിക്കുകയുണ്ടായി. ഒന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിലെ 18-ാമത്തെ വചനവും 2 യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 10-ാം അധ്യായത്തിലെ 30-ാമത്തെ വചനവുമാണ്. 10-ാം അധ്യായത്തിലെ 30-ാമത്തെ വചനമാണ് സഹോദരി പറഞ്ഞത് ഞാനും പിതാവും ഒന്ന് തന്നെ എന്നുള്ള വചനം. ഇവിടെ യേശു ക്രിസ്തു പഠിപ്പിക്കുന്ന ഞാനും പിതാവും ഒന്നു തന്നെ എന്ന് യേശു ക്രിസ്തു പഠിപ്പിക്കുന്നതായി യോഹന്നാൻ്റെ സുവിശേഷം വരച്ചത് കാണിച്ചു തരുന്നത് ഞാനും പിതാവും ഒന്നു തന്നെ എന്നാണ്. എന്നാൽ യേശു ക്രിസ്തു യേശുവിനെയും പിതാവിനെയും രണ്ടാക്കി പറഞ്ഞതായി പല രംഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യേശു തന്നെ പറയുന്ന യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനത്തിൽ ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതാകുന്നു നിത്യജീവൻ. യേശു തന്നെ പറയുന്നു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിലെ 17-ാമത്തെ വചനത്തിൽ എൻ്റെയും നിങ്ങളുടെയും പിതാവും എൻ്റെയും നിങ്ങളുടെയും ദൈവവുമായുള്ളവൻ്റെ അടുക്കലേക്ക് ഞാൻ കയറിപ്പോകുന്നു. യേശു ക്രിസ്തു തന്നെ പറയുന്നു 8-ാം അധ്യായത്തിലെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിലെ 17-18 വചനങ്ങളിൽ എന്താ യേശു പറയുന്നത്? 2 പേർ സാക്ഷികളാണ് യാൽ സാക്ഷ്യത്തിന് 2 പേർ അർഹരാണ് എന്ന്, 2 പേർ സാക്ഷികളായാൽ ഒരു കാര്യം സത്യമാണ് എന്ന് നിങ്ങളുടെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. എങ്കിൽ ഞാൻ എനിക്ക് തന്നെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, എന്നെ അയച്ച പിതാവും എനിക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അവിടെ യേശു പറയുന്നത് ഞാനും പിതാവും 2 പേരാണ് എന്നാണ്. അപ്പൊ യേശു പല വചനങ്ങളിലും ഞാനും പിതാവും 2 തന്നെ എന്ന് പറയുന്നുണ്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി യോഹന്നാന്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിലെ 30-ാമത്തെ വചനത്തിൽ ഞാനും പിതാവും ഒന്നാണ് എന്ന് പറയുന്നുണ്ട്. ശരിയാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? അതാ യോഹന്നാന്റെ സുവിശേഷം വായിച്ചാൽ മനസ്സിലാകും. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആ വചനം മാത്രം എടുക്കാതെ ആ സാഹചര്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ പറഞ്ഞതിന് അർത്ഥം എന്താണ് എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 21-ാമത്തെ വചനം എടുക്കുക. യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയാണ്, പിതാവേ ഞാനും നീയും ഒന്നായതുപോലെ നീ എന്നിലും ഞാൻ നിന്നിലുമായതുപോലെ ഇവരും നമ്മിലാകേണ്ടതിനു വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഇവരെല്ലാം ഒന്നാകേണ്ടതിനു വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. യേശു പ്രാർത്ഥിക്കണം, ഞാൻ നിന്നിലും നീ എന്നിലുമായതുപോലെ ഇവർ നമ്മിലാകണം, ഞാനും നീയും ഒന്നായതുപോലെ ഇവർ ഒന്നാകണം. ഇതിൻ്റെ അർത്ഥം എന്താണ്? യേശുവും പിതാവും ഞാനും പിതാവും ഒന്നു തന്നെ എന്ന് പറയുമ്പോൾ യേശു പ്രയോഗിച്ച ഒന്ന് എന്നതിന് പ്രയോഗിച്ച ഗ്രീക്ക് പദം യേശു അല്ല, ഈ ഗ്രീക്കിലല്ല പ്രയോഗിച്ചത്, പക്ഷേ ഗ്രീക്കിൽ യോഹന്നാൻ പ്രയോഗിച്ച പദം ഹെൻ എന്നാണ്. അതേ ഹെൻ എന്ന പദമാണ് 17:21 പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് അവിടെ എന്താണ്? ഞാൻ നിന്നിലും നീ എന്നിലും ആയതുപോലെ നമ്മൾ ഒന്നായതുപോലെ ഇവരെല്ലാം ഒന്നാകണം, ഇവർ നമ്മിലാകണം. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ?
ഇവർ ഒന്നാണ്, യേശുവും പിതാവും ഒന്നാണ് എന്നതുകൊണ്ട് അവർ ദൈവത്തിന്റെ അസ്തിത്വമുള്ളവരാണെന്ന് പറയുകയാണെങ്കിൽ ഈ 12 പേരും ദൈവത്തിന്റെ അസ്തിത്വമുള്ളവരാണെന്ന് പറയേണ്ടി വരും. അപ്പൊ ത്രിയേകത്വം പോയിട്ട് 14 പേരുടെ ഏകത്വമായി മാറും. അതല്ലേ സംഭവിക്കുക? എന്നാൽ എന്താണ് ഇതിന്റെ അർത്ഥം? ഒന്ന് എന്നുള്ളത് കൊണ്ട് ഇവിടെ ആദർശത്തിൽ ഐക്യമാണ് പറയുന്നത്. പിതാവ് എനിക്ക് തന്നതിനെ തട്ടിപ്പറിക്കാൻ ആർക്കും സാധ്യമല്ല. യേശുക്രിസ്തു പറഞ്ഞിട്ടാ പറയുന്നത്, ഞാനും പിതാവും ഒന്നാണ്, ഞങ്ങൾ ഒന്നാ, നമ്മൾ ഒന്നാണെന്ന് നമ്മൾ പറയാറില്ലേ? ആദർശത്തിൽ ഒരു പ്രത്യേക പർപ്പസിന്റെ കാര്യത്തിൽ ഒരേ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയും ഞങ്ങൾ ഒന്നാണ്. ഇതേപോലെ മാത്രമേ യേശു ഒന്നാണ് എന്നത് പറഞ്ഞതുകൊണ്ട് വിവക്ഷിച്ചിട്ടുള്ളൂ എന്നാണ് 17:21 മനസ്സിലാകുന്നത്. മാത്രമല്ല, ക്രിസ്തു യേശു പല തവണ 2 തന്നെയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പിന്നെ സഹോദരിയുടെ ചോദ്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിലെ 18